ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 229 വാല്യം 5 രക്തസ്രാവക്കാരിയായ സ്ത്രീയും ജായിറസിന്റെ പുത്രിയും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദർശനം ഉണ്ടാകുന്നത്. ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്ന് മനസ്സ് പതറിയിരിക്കുന്നതിനാൽ എൻ്റെ സാധനങ്ങൾ എവിടെയാണെന്ന് ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ എൻ്റെ ഈശോ പ്രത്യക്ഷനായ നിമിഷത്തിൽ എൻ്റെ ക്ഷീണവും മനശ്ചാഞ്ചല്യവും എല്ലാം അപ്രത്യക്ഷമായി. ഞാൻ എഴുതുന്നു. തടാകത്തിൻ്റെ തീരത്തുള്ള പൊടി പിടിച്ച ഒരു റോഡിലൂടെ ഈശോ വെയിൽ കൊണ്ട് നടക്കുന്നു. ഗ്രാമത്തെ ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. ഈശോയെ കാത്തിരുന്ന ഒരു വലിയ ജനസമൂഹം ഒപ്പമുണ്ട്. ആളുകൾ ഈശോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ അപ്പസ്തോലന്മാർ കൈകൾ കൊണ്ട് ഉന്തി മാറ്റുകയും വഴി കൊടുക്കാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ ബഹളം കൊണ്ടൊന്നും ഈശോ അസഹ്യത കാണിക്കുന്നില്ല. തിക്കിത്തിരക്കുണ്ടാക്കുന്ന ജനങ്ങളെ നോക്കി ഈശോ പുഞ്ചിരി തൂക്കുകയും അവരുടെ അഭിവാദനങ്ങൾക്ക് പ്രത്യഭിവാദനം നൽകുകയും ആൾക്കൂട്ടത്തിനുമിടയിൽ കൂടെ നുഴഞ്ഞു കയറി ഈശോയുടെ അടുത്തെത്തുന്ന ബാലന്മാരെ തലോടുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ ഈശോ ഒന്ന് തൊടുന്നതിനായി അമ്മമാർ കുഞ്ഞുങ്ങളെ ആൾക്കാരുടെ തലയ്ക്ക് മീതെ ഉയർത്തി ഈശോയുടെ അടുത്തേക്ക് നീട്ടുന്നു. ആ കുഞ്ഞുങ്ങളുടെ ശിരസിൽ ഈശോ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. തിക്കിത്തിരക്കി ബഹളം വച്ച് നീങ്ങുന്ന ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ വളരെ ക്ഷമയോടെ സാവധാനത്തിൽ ഈശോ നടക്കുന്നു. ആർക്കും അസഹ്യത വരുത്തുന്ന ബഹളം. ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, വഴി തരൂ, വഴി തരൂ. ആ സ്വരം കിതപ്പോടുകൂടിയുള്ള സ്വരമാണ്. ജനങ്ങളുടെ മേൽ സ്വാധീനമുള്ള അവർക്ക് പരിചിതനായ ഒരാളുടെ സ്വരമാണ് അതെന്ന് തോന്നുന്നു. കാരണം വളരെ വിഷമിച്ചാണെങ്കിലും ജനങ്ങൾ ഒതുങ്ങി വഴി കൊടുക്കുന്നുണ്ട്. 50 വയസ്സ് തോന്നിക്കുന്ന മനുഷ്യൻ, വളരെ അയവുള്ള ഒരങ്കിയും തലയിൽ വെള്ള തുണി കൊണ്ടുള്ള കെട്ടും, കവിൾത്തടം മറഞ്ഞ് കഴുത്തുവരെ ഇരുവശങ്ങളിലും അത് ഇറങ്ങിക്കിടക്കുന്ന വിധത്തിലാണ് ശിരോവസ്ത്രം കെട്ടിയിരിക്കുന്നത്. ഈശോയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ പാദത്തിൽ സാഷ്ടാംഗം വീണ് പറയുന്നു, ഓ ഗുരുവേ, അങ്ങ് ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? എൻ്റെ കൊച്ചുമകൾക്ക് രോഗമാണ്. ഒരുത്തർക്കും അവളെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ല. അവളുടെ അമ്മയുടെയും എൻ്റെയും ഏക പ്രത്യാശ നീയാണ്. ഗുരുവേ, വരണമേ. വലിയ ഉത്കണ്ഠയോടെ ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ദയവായി ഉടനടി വരണമേ. എൻ്റെ ഏകപുത്രി മരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് അയാൾ കരയുന്നു. കുനിഞ്ഞു നിന്ന് ഏങ്ങലടിച്ച് കരയുന്ന ആ മനുഷ്യന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഈശോ പറയുന്നു, കരയാതിരിക്കൂ, വിശ്വസിക്കൂ, നിന്റെ മകൾ ജീവിക്കും. നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. അവസാന വാക്കുകൾ ഒരു കൽപ്പന പോലെയാണ് ഉച്ചരിക്കുന്നത്. ആദ്യം ആശ്വസിപ്പിക്കുന്ന സ്വരത്തിലാണ് സംസാരിച്ചത്. ഇപ്പോൾ ആധിപത്യത്തോടെയാണ് പറയുന്നത്. അവർ പുറപ്പെടുന്നു. കരയുന്ന ആ മനുഷ്യന്റെ കൈപിടിച്ച് അയാളുടെ അടുത്താണ് ഈശോ നടക്കുന്നത്. അയാൾ വിങ്ങിക്കരഞ്ഞ് തളരുന്ന സമയം ഈശോ അയാളെ നോക്കുകയും കൈകൊണ്ട് ബലമായി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് എത്രയധികം ശക്തി അയാളിലേക്ക് പ്രവഹിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആ മനുഷ്യൻ നടക്കുന്ന സ്ഥാനത്ത് നേരത്തെ ജെയിംസ് ആണ് നടന്നിരുന്നത്. അയാൾക്ക് സ്ഥലം കൊടുക്കാൻ ജെയിംസിനോട് ഈശോ ആവശ്യപ്പെട്ടതാണ്. മറ്റേ വശത്ത് പത്രോസും പത്രോസിൻ്റെ അടുത്ത് ജോണും ഉണ്ട്. ജനങ്ങളെ തടഞ്ഞു നിർത്തി ഈശോയ്ക്ക് വഴിയുണ്ടാക്കുകയാണ് രണ്ടുപേരും. എതിർവശത്ത് ജെയിംസും കറിയോത്തുകാരനും ഇതുതന്നെ ചെയ്യുന്നു. കരയുന്ന ആ മനുഷ്യന്റെ സമീപയാണവർ. മറ്റുള്ള അപ്പസ്തോലന്മാരിൽ ചിലർ ഈശോയുടെ മുമ്പിലും ചിലർ പിമ്പിലുമാണ്. ഈശോയുടെ അടുത്തേക്ക് തള്ളിക്കയറി വരുന്ന ജനത്തെ തടഞ്ഞു നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. പിമ്പിലുള്ള മാത്യുവും കൂട്ടരും വിഷമിച്ച് ജനങ്ങളെ ചീത്ത പറയുകയും പിറുപിറുക്കുകയും ചെയ്യുന്നു. അവരുടെ സ്വരം ഉയരുമ്പോൾ ഈശോ ദയാദ്രമായി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നു, എൻ്റെ ഈ ചെറിയവരെ തടയണ്ട. എന്നാൽ സ്വല്പം കഴിഞ്ഞ് ഈശോ പെട്ടെന്ന് നിന്നു. തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ആരാണെന്നെ തൊട്ടത്? കരയുന്ന മനുഷ്യന്റെ കൈ വിട്ട് കളഞ്ഞു. ശരീരം മുഴുവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നാണ് ചോദിക്കുന്നത്. രാജകീയമായ മഹത്വത്തോടെയാണ് ചോദ്യം. ഈശോയുടെ ഉയരം കൂടിയതുപോലെ തോന്നിക്കുന്നുണ്ട്.
ആരാണെന്നറിയാൻ ജിജ്ഞാസാപൂർവം ജനക്കൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചു നോക്കുന്നു. ഈശോയുടെ കണ്ണുകൾ മിന്നി പ്രകാശിക്കുന്നു. പരുഷമായിട്ടല്ല, മഹിമയോടുകൂടെ. ആരാണെന്നെ തൊട്ടത്? വീണ്ടും ചോദ്യം. ഒരുത്തരും മിണ്ടുന്നില്ല. ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, ആരാണെന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറയുന്നു, ഗുരുവേ, 4 വശത്തു നിന്നും ജനം നിന്നെ തിക്കുന്നത് നീ കാണുന്നില്ലേ? ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവരെല്ലാവരും നിന്നെ സ്പർശിക്കുന്നുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ 3-4 പ്രാവശ്യം ഈശോ വളരെ മോശമായി വസ്ത്രധാരണം ചെയ്ത് ക്ഷീണിച്ച് വിവരണയായ ഒരു സ്ത്രീയെ നോക്കുന്നു. സ്ത്രീക്ക് 40 വയസ്സ് തോന്നിക്കും. അവൾ ജനക്കൂട്ടത്തിൽ മറഞ്ഞ് അപ്രത്യക്ഷയാകാൻ ശ്രമിക്കുകയാണ്. ഈശോയുടെ നോട്ടം അവളെ ദഹിപ്പിക്കുന്നുണ്ടാവണം. രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അവൾ തിരികെ വന്ന് ഈശോയുടെ പാദത്തിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു. അവളുടെ മുഖം പൂഴയിൽ മുട്ടുന്നുണ്ട്. ഈശോയെ തൊടാൻ ധൈര്യപ്പെടാതെ കരങ്ങൾ രണ്ടും വിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കണമേ, അത് ഞാനായിരുന്നു. 12 വർഷമായി എനിക്ക് രോഗമായിട്ട്. എന്നിൽ നിന്ന് എല്ലാവരും അകലുന്നു. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ഒരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരെയും പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച് ചികിത്സയ്ക്ക് വേണ്ടി എനിക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചെലവഴിച്ചു. എന്നാൽ ഒരുത്തർക്കും എന്നെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഗുരുവേ, നോക്കൂ, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ വാർദ്ധക്യം എന്നെ ബാധിച്ചിരിക്കുന്നു. ഭേദമാകാത്ത രക്തസ്രാവം നിമിത്തം എൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയി. എൻ്റെ സമാധാനവും നഷ്ടപ്പെട്ടു. നീ നല്ലവനാണെന്ന് ആളുകൾ എന്നോട് പറഞ്ഞു. നീ സുഖപ്പെടുത്തിയ ഒരു കുഷ്ഠരോഗിയാണ് എന്നോട് പറഞ്ഞത്. സമൂഹം ഒഴിഞ്ഞു മാറുന്നതിൻ്റെ വേദന അനേക വർഷം അനുഭവിച്ച അയാൾ എന്നെ വെറുത്തില്ല. ഞാൻ നേരത്തെ നിന്നോട് പറയാൻ ധൈര്യപ്പെട്ടില്ല. എന്നോട് ക്ഷമിക്കണമേ. നിന്നെ ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കും എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എങ്കിലും നിന്നെ ഞാൻ അശുദ്ധനാക്കിയില്ലെന്ന് ഞാൻ കരുതുന്നു. നിന്റെ അങ്കിയുടെ വക്കിൽ കഷ്ടിച്ചു തൊട്ടതേയുള്ളൂ. നിലത്ത് മുട്ടി വലിഞ്ഞിരുന്ന, വഴിയിലെ പൊടിയിൽ മുട്ടി കിടന്നിരുന്ന വസ്ത്രത്തിൻ്റെ അറ്റത്ത് മാത്രമേ ഞാൻ തൊട്ടുള്ളൂ. ഞാനും പൊടിയും ചെളിയുമാണല്ലോ. എങ്കിലും എനിക്ക് സൗഖ്യം കിട്ടി. നീ അനുഗ്രഹീതനാകട്ടെ. നിന്റെ ഉടുപ്പിൽ ഞാൻ തൊട്ട ക്ഷണത്തിൽ എൻ്റെ രോഗം അവസാനിച്ചു. ഞാൻ ഇപ്പോൾ മറ്റെല്ലാ സ്ത്രീകളെയും പോലെയാണ്. ഇനിയും മറ്റുള്ളവർ എന്നിൽ നിന്ന് അകന്നു പോകുകയില്ല. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ബന്ധുക്കളും എൻ്റെ കൂടെ താമസിക്കും. അവരെ ചുംബിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. കുടുംബത്തിന് ഉപകാരമുള്ള ഒരംഗമായി തീരും. ഈശോയെ, എൻ്റെ നല്ല ഗുരുവേ, നിനക്ക് നന്ദി. നീ എന്നും അനുഗ്രഹീതനാകട്ടെ. അതിരറ്റ കാരുണ്യത്തോടെ ഈശോ അവളെ നോക്കുന്നു. പുഞ്ചിരിയോടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ മകളെ, സമാധാനത്തിൽ പോകുക. നിന്റെ വിശ്വാസ നിമിത്തം നിനക്ക് ആരോഗ്യം വീണ്ടു കിട്ടി. നിന്റെ വിഷമത്തിൽ നിന്ന് എന്നേക്കുമായി നീ സ്വതന്ത്രയാകട്ടെ. നല്ലവളായി സന്തോഷമുള്ളവളായിരിക്കൂ. പൊയ്ക്കൊള്ളുക. ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ വരുന്നു. അയാൾ ഭൃത്യനാണെന്ന് തോന്നുന്നു. ഈ സമയമെല്ലാം ഉത്കണ്ഠയോടെ എന്നാൽ ക്ഷമാപൂർവം കാത്തു നിൽക്കുന്ന ആ പിതാവിനോടാണ് അയാൾ സംസാരിക്കുന്നത്. നിന്റെ മകൾ മരിച്ചുപോയി. ഇനി ഗുരുവിനെ അലട്ടുന്നത് കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാകുകയില്ല. അവളുടെ ആത്മാവ് വേർപിരിഞ്ഞു. സ്ത്രീകൾ വിലാപം തുടങ്ങിക്കഴിഞ്ഞു. കുട്ടിയുടെ അമ്മയാണ് നിന്നെ വിവരം അറിയിക്കാൻ എന്നെ അയച്ചത്. നീ വേഗം അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. പാവം മനുഷ്യൻ വേദനയോടെ കരയുന്നു. മുഖം കൈകൾ കൊണ്ട് മറച്ച് കഴുത്തിന് അടി കിട്ടിയതുപോലെ തല വളരെ കുനിച്ചു നിന്ന് ഏങ്ങലടിച്ച് കരയുന്നു. ഈശോ ആ സ്ത്രീയെ ശ്രദ്ധിക്കുകയും അവളോട് മറുപടി പറയുകയും ചെയ്യുന്നതിനാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നും. നേരെ മറിച്ച് ഈശോ തിരിഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യൻ്റെ തോളിൽ കൈവച്ച് പറയുന്നു, മനുഷ്യ, വിശ്വാസമുള്ളവനായിരിക്കൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസമുള്ളവനായിരിക്കൂ. നീ ഭയപ്പെടേണ്ട. നിന്റെ മകൾ ജീവിക്കും. നമുക്ക് അവളുടെ പക്കലേക്ക് പോകാം. അനന്തരം മനസ്സ് തകർന്ന ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ഈശോ പുറപ്പെടുന്നു.
ജനം ഈ ദുഃഖം കണ്ട് തരളിതരായി. അത്ഭുതം അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ അവർ നിശ്ചലരായി. പിന്നീട് ഇരുവശങ്ങളിലേക്കും മാറി ഈശോയ്ക്ക് വഴി കൊടുക്കുന്നു. അതിനാൽ ഈശോയ്ക്കും അപ്പസ്തോലന്മാർക്കും വേഗത്തിൽ നടക്കാൻ കഴിയുന്നു. നടന്നു പോകുന്ന കൃപാവരത്തിൻ്റെ പിന്നാലെ അവർ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് അവർ പോകുന്നു. ഏകദേശം 1/2 കിലോമീറ്റർ നടന്നു കാണും. മാന്യതയുള്ള ഒരു വീടിൻ്റെ മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഉറക്കെ സംസാരമുണ്ട്. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ വീട്ടിനുള്ളിൽ നിന്ന് വരുന്ന വലിയ നിലവിളി കേൾക്കാം. ചങ്കു തുളയ്ക്കുന്ന രീതിയിലുള്ള കരച്ചിൽ. ഉച്ചത്തിൽ കൂവി കരയുകയാണ്. വളരെ നേരിയ ഒരു സ്വരം ഉച്ചത്തിൽ വിലപിക്കുന്നു. അനേകം ആളുകൾ നേരിയ സ്വരത്തിൽ അതേറ്റുപാടി കരയുന്നു. വീണ്ടും താണസ്വരമുള്ള ഒരു സംഘം അത് ആവർത്തിക്കുന്നു. വിലാപത്തിൻ്റെ ബഹളം. ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കാൻ പോരുന്ന വിലാപ ബഹളം. ഈശോ ശിഷ്യരെയെല്ലാം വാതിൽക്കൽ നിർത്തിയിട്ട് പത്രോസിനോടും ജോണിനോടും ജെയിംസിനോടും തൻ്റെ കൂടെ അകത്തേക്ക് കയറാൻ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കരയുന്ന പിതാവിൻ്റെ കയ്യിൽ ഈശോ വിടാതെ പിടിച്ചിട്ടുണ്ട്. ആ കരസ്പർശനത്താൽ അയാളുടെ പ്രതീക്ഷ, ഈശോ അയാളെ സന്തോഷിപ്പിക്കുമെന്ന പ്രതീക്ഷ വർദ്ധിപ്പിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. വിലാപക്കാരായ സ്ത്രീകൾ കൂവുന്ന സ്ത്രീകളെന്ന് വേണം പറയാൻ. വീട്ടുടമയെയും ഗുരുവിനെയും കണ്ടപ്പോൾ അവരുടെ ശബ്ദം ഇരട്ടി ശക്തിയുള്ളതാക്കി. കൈകൾ കൊട്ടി തമ്പേറും തിരിയാങ്കോലും കൊട്ടി വിലാപം മുഴക്കി. ശാന്തരായിരിക്കൂ, കരയേണ്ട ആവശ്യമില്ല, കുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്, ഈശോ പറയുന്നു. സ്ത്രീകൾ കൂടുതൽ ബഹളമുണ്ടാക്കുന്നു. ചിലർ കൂടുതൽ ഉച്ചത്തിൽ വിലപിക്കുന്നു. ചിലരെല്ലാം തറയിൽ കിടന്നുരുളുന്നു. ചിലർ സ്വയം മാന്തി കീറാൻ ശ്രമിക്കുന്നു. മുടി പറിക്കാൻ ശ്രമിക്കുന്നു, അഥവാ അങ്ങനെ ഭാവിക്കുന്നു. അവൾ ശരിക്കും മരിച്ചെന്നറിയിക്കാനാണ് അവർ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. വാദ്യക്കാരും കുടുംബത്തിൻ്റെ സ്നേഹിതരും ഈശോയ്ക്ക് തെറ്റുപറ്റി എന്ന അർത്ഥത്തിൽ തല കുലുക്കുന്നു. എന്നാൽ ഈശോ ആവർത്തിച്ച് പറയുന്നു, ശബ്ദമുണ്ടാക്കാതിരിക്കൂ. ബഹളമെല്ലാം നിലയ്ക്കത്തക്ക അധികാരത്തിലാണ് ഈശോ പറയുന്നത്. വലിയ സ്വരമെല്ലാം താണു. ഇപ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിലുള്ള അടക്കം പറച്ചിൽ മാത്രം. ഈശോ അകത്തേക്ക് കടക്കുന്നു. ഒരു ചെറിയ മുറി. മരിച്ച പെൺകുട്ടി ഒരു കിടക്കയിൽ. വളരെ മെലിഞ്ഞ് വിളറിയ ശരീരം. ശവസംസ്കാരത്തിനുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് കറുത്ത മുടി ഭംഗിയായി പിന്നി ഒരുക്കിയാണ് കിടത്തിയിരിക്കുന്നത്. കിടക്കയുടെ വലതുഭാഗത്തിരുന്ന് കുട്ടിയുടെ അമ്മ കരയുകയും കുട്ടിയുടെ നിർജീവമായ കരം ചുംബിക്കുകയും ചെയ്യുന്നു. ഈശോയെ ഇപ്പോൾ കണ്ടിട്ട് എത്ര സുന്ദരൻ! അപൂർവമായിട്ട് ഇത്രയും സുന്ദരനായി ഈശോയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈശോ വളരെ ഉത്സാഹത്തോടെ കുട്ടിയുടെ കിടക്കയെ സമീപിക്കുകയാണ്. തെന്നി വരുന്നത് പോലെയോ പറക്കുന്നത് പോലെയോ വേഗത്തിലാണ് വരുന്നത്. അപ്പസ്തോലന്മാർ 3 പേരും കതകടച്ച ശേഷം കതകിന് ചേർന്ന് ജിജ്ഞാസുക്കളുടെ ഒളിഞ്ഞുനോട്ടം തടയത്തക്ക വിധം നിൽക്കുകയാണ്. കുട്ടിയുടെ പിതാവ് കിടക്കയുടെ കാൽക്കലാണ് നിൽക്കുന്നത്. ഈശോ കിടക്കയുടെ ഇടതുഭാഗത്തേക്ക് ചെന്ന് ഇടതു കൈ കൊണ്ട് മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ ഇടതു കൈ എടുക്കുന്നു. അനന്തരം വലതുകരം ഉയർത്തിപ്പിടിച്ച് ശപഥം ചെയ്യുകയോ കൽപ്പന നൽകുകയോ ചെയ്യുന്നത് പോലെ താഴ്ത്തിക്കൊണ്ട് പറയുന്നു, ബാലികേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഒരു നിമിഷത്തേക്ക് എല്ലാവരും സ്തബ്ധരായി. ഈശോയും ബാലികയും ഒഴികെ എല്ലാവരും. എല്ലാം നന്നായി കാണാൻ അപ്പസ്തോലന്മാർ കഴുത്ത് നീട്ടി നോക്കുന്നുണ്ട്. കഠിനമായ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ മാതാപിതാക്കൾ കുട്ടിയെ നോക്കി നിൽക്കുന്നു. ഒരു നിമിഷം കുട്ടിയുടെ നെഞ്ചത്ത് അനക്കം. മെഴുകുപോലിരുന്ന മുഖത്തിന് നിറം വരുന്നു. മരണത്തിൻ്റെ വിളർച്ച നീങ്ങി. ഒരു നേരിയ പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ വിടരുന്നു. പിന്നാലെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എന്ന പോലെ അവൾ കണ്ണുകൾ തുറക്കുന്നു. ഈശോ ഇപ്പോഴും അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മെല്ലെ കണ്ണുകൾ തുറന്ന് ഉണർന്നു വരുന്ന അവൾ കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന ഈശോയുടെ മാധുര്യം നിറഞ്ഞ മുഖവും കണ്ണുകളുമാണ്. ഈശോയുടെ പുഞ്ചിരി അവളെ ധൈര്യപ്പെടുത്തുന്നു. അവൾ ഈശോയെ നോക്കി പുഞ്ചിരി തൂകുന്നു. എഴുന്നേൽക്കൂ, ഈശോ ആവർത്തിച്ചു പറയുന്നു.
ശവസംസ്കാരത്തിനായി അണിയിച്ച പട്ടുതുണികളും പുഷ്പങ്ങളുമെല്ലാം ഒരു കൈകൊണ്ട് ഈശോ തള്ളി മാറ്റുന്നു. എഴുന്നേറ്റ് ആദ്യ ചുവടുകൾ വയ്ക്കാൻ അവളെ കൈക്ക് പിടിച്ച് സഹായിക്കുന്നു. ഇനി എന്തെങ്കിലും ഭക്ഷണം അവൾക്ക് കൊടുക്കൂ, ഈശോ ആജ്ഞാപിക്കുന്നു. അവൾ ആരോഗ്യം പ്രാപിച്ചിരിക്കുന്നു. ദൈവം നിനക്ക് അവളെ തിരിച്ചു തന്നിരിക്കുകയാണ്. അതിനായി നിങ്ങൾ അവന് നന്ദി പറയുവിൻ. സംഭവിച്ചതൊന്നും ആരോടും പറയരുത്. എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വാസം ഒരു അത്ഭുതത്തിന് അർഹമായി. മറ്റുള്ളവർക്ക് വിശ്വാസമില്ല. അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിഷ്ഫലമാണ്. അത്ഭുതം നിരാകരിക്കുന്നവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയില്ല. നീ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു പെൺകുട്ടി, നീ നല്ലവളായിരിക്കണം. ദൈവം നിങ്ങളോടുകൂടെ. ഈ ഭവനത്തിന് സമാധാനമുണ്ടാകട്ടെ. ഈശോ പുറത്തേക്കിറങ്ങി കതകടച്ച് നടന്നു നീങ്ങുന്നു. ദർശനം അവസാനിച്ചു. ഈ സംഭവത്തിൽ എന്നെ സന്തോഷിപ്പിച്ച 2 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. ഈശോയെ തൊട്ട വ്യക്തിയെ ജനക്കൂട്ടത്തിനിടയിൽ ഈശോ തിരയുന്നത്, ആ കൊച്ചു പെൺകുട്ടിയുടെ കിടക്കയോട് ചേർന്ന് നിന്ന് അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറയുന്നത്, സമാധാനവും ആത്മധൈര്യവും എന്നിലേക്ക് പ്രവഹിച്ചു. ഇത്രയും കാരുണ്യവും ശക്തിയുമുള്ള ഈശോയ്ക്ക് നമ്മോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മെ കൊന്നുകളയുന്ന ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്താതിരിക്കാനും സാധ്യമല്ല. ഈശോ ഒരു വിശദീകരണവും തൽക്കാലം തരുന്നില്ല. ഒരു കാര്യവും പറയുന്നുമില്ല. ഞാൻ മിക്കവാറും മൃതപ്രായയായെന്ന് ഈശോ കാണുന്നു. ഇന്ന് രാത്രി എനിക്ക് ആശ്വാസം ഉണ്ടാകേണ്ടതാണെന്ന് പരിഗണിക്കുന്നുമില്ല. അവൻ്റെ ഹിതം പോലെയാകട്ടെ. ഈ ദർശനം കിട്ടിയത് തന്നെ എനിക്ക് സന്തോഷം നൽകി.